കൂക്കി എന്ന 16കാരി പെൺകുട്ടി ഒരു പയ്യനുമായി പ്രണയത്തിലാകുന്നു. ആ പയ്യനെ കാണാനായി ഒരു ദിവസം രാത്രി അവൾ തനിച്ച് സ്കൂട്ടിയിൽ പോകുന്നു. എന്നാൽ അടുത്ത ദിവസം അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട രീതിയിലാണ് അവളെ കണ്ടെത്തുന്നത്. അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവളെ ആരാണ് മൃഗീയമായി ഉപദ്രവിച്ചത്, അതെല്ലാമാണ് 2024 റിലീസ് ചെയ്ത കൂക്കി എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒട്ടും ടൈം കളയാതെ നമുക്ക് മൂവിയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്രാമത്തിലാണെങ്കിൽ കുറച്ചു പേർ ചേർന്ന് ഡ്രാമ കളിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രാമ കാണാനായി 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഇവരുടെ പേര് കൂക്കിയുടെ ഫ്രണ്ടായ നവിതയും. ഇവർ രണ്ടുപേരും ആ ഡ്രാമ വളരെയധികം എൻജോയ് ചെയ്താണ് കാണുന്നത്. ഇതിനിടെ നവിത കൂക്കിയോട് ചോദിക്കുവാണ്, നീ എപ്പോഴാണ് അവനോട് ഇഷ്ടം തുറന്നു പറയുന്നത്? ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കൂക്കിക്ക് ഏതോ ഒരു പയ്യനെ ഇഷ്ടമാണെന്ന്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും സ്കൂളിൽ പോകുന്ന വഴിയിൽ വെച്ച് നവിത വീണ്ടും അവനോട് ചോദിക്കുന്നു, നിനക്ക് അവനോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ ധൈര്യമില്ലെങ്കിൽ ഞാൻ അവനോട് പറയാം. അങ്ങനെ അവർ ഈ കാര്യം സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു മാടക്കടയിൽ കയറിയിരുന്നു. അപ്പോഴുണ്ട് ആ പയ്യൻ, അവന്റെ പേര് സപ്തഋഷി. അവൻ ഒരു പട്ടിയുമായി നടന്നു വരുന്നു. എന്നിട്ട് ഇവരുടെ അടുക്കൽ വന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ ഇതിന് മറുപടിയായി നവിത പറയുന്നു, ഗുഡ്. പിന്നെ ഇവൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ആ പറഞ്ഞോ. കൂക്കി പെട്ടെന്ന് സ്റ്റക്കായി. അവൾക്ക് പറയാനായി വാക്കുകൾ വരുന്നില്ല. അവൾ തപ്പിത്തടങ്ങി പറയുകയാണ്, ഐ ലവ് ഡോഗ്. അവൻ തിരിച്ചും പറയുന്നു, എനിക്കും ഡോഗിനെ ഇഷ്ടമാണ്. അത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അവർ പരസ്പരം തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം അവർക്ക് രണ്ടിന്റെയും ഉള്ളിൽ പ്രണയമുണ്ട്. എന്നാൽ അവർക്ക് ആ പ്രണയം തുറന്നു പറയാനും കഴിയുന്നില്ല. പിന്നീട് അടുത്ത ദിവസം മുതൽ റെഗുലറായി ഇവർ കാണാൻ തുടങ്ങി. എന്നാൽ അവർ പരസ്പരം സംസാരിക്കാറില്ല. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് കൂക്കിയുടെ വീടാണ്. കൂക്കിയുടെ അപ്പ ഒരു ലോയറാണ്. വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായി ഒരാൾ വന്നിരിക്കുന്നു. ഇദ്ദേഹം അപ്പയെ കാണാൻ വന്നതിന് കാരണം ഇദ്ദേഹത്തിന്റെ മകൻ ഡ്രഗ്സ് യൂസ് ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. മകനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അപ്പയോട് പറയുമ്പോൾ അപ്പ പറയുന്നു, നിങ്ങളുടെ മകന് 18 വയസ്സിന് താഴെയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു. അവനിപ്പോൾ 19 വയസ്സായില്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ കേസ് കോടതിയിൽ പോകും. കോടതിക്ക് വേണ്ടത് തെളിവാണ്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അടുക്കളയിൽ നിന്ന് ബഹളം കേൾക്കുന്നു. അപ്പോൾ ഓടി വന്നിട്ട് നോക്കുമ്പോൾ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് അടുക്കളയിലെല്ലാം തെറിച്ച് വീണിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇതിലെന്തോ അപശകുനമാണ്. അത് കേട്ട് അപ്പ പറയുന്നു, അതൊന്നുമല്ല, നിന്റെ ശ്രദ്ധക്കുറവാണ്. ആ സമയം കൂക്കി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട്, ഇത് കൊള്ളാം, എപ്പോഴും കിട്ടുന്ന കാഴ്ചയല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അതെല്ലാം വീഡിയോ ചെയ്തു. അതിനുശേഷം നവിതയെ വിളിച്ചിട്ട് വീട്ടിൽ സംഭവിച്ച കുക്കർ ബ്ലാസ്റ്റിനെ കുറിച്ച് അവളോട് പറയുന്നു. അപ്പോൾ നവിത ചോദിക്കുന്നു, ഇതെന്താ, ഇനി വല്ല അപശകുനമാണോ? അല്ല, നല്ലത് സംഭവിക്കാനുള്ള സിഗ്നൽ ആണെന്ന് കൂക്കി പറയുന്നു. ഈ സംസാരത്തിനൊടുവിൽ നവിത പറയുകയാണ്, നാളെ ഞാൻ സ്കൂളിൽ വരില്ല, ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം കൂക്കി തനിച്ചാണ് സ്കൂളിൽ പോകുന്നത്. സ്ഥിരം കാണാറുള്ള സപ്തഋഷിയെ ആ പതിവ് സ്ഥലത്ത് വെച്ച് ഇന്ന് കാണുന്നില്ല. കുറെ നേരം അവനെ കാണാനായി വെയിറ്റ് ചെയ്തു നിന്നു. എന്നാൽ അവനെ കാണാത്തതിനെ തുടർന്ന് അവൾ സ്കൂളിലേക്ക് പോയി. പിന്നീട് അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ നവിതയുടെയും കൂക്കിയുടെയും നേർക്കായി ബൈക്കിൽ വന്ന ഒരുത്തൻ തുപ്പുന്നു. ഇവർ രണ്ടുപേർക്കും അവനോട് ദേഷ്യം വന്നു. അപ്പോൾ കൂക്കി പറയുകയാണ്, എനിക്ക് ഇങ്ങനെയുള്ളവന്മാർ കാരണമാണ് IPS ഓഫീസർ ആകണമെന്ന് ആഗ്രഹം. എന്നിട്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് അകത്തിടണം. ഇത് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സപ്തഋഷിയെ കാണുന്നു. കൂക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നവിത ഹായ് പറയുന്നു. അവനും തിരിച്ച് ഹായ് പറഞ്ഞിട്ട് പറയുന്നു, എന്റെ അച്ഛൻ ഇന്നലെ മരിച്ചു പോയി. ഇത് വീട്ടിൽ പൂജ ചെയ്തതാണ്. ഇതും പറഞ്ഞിട്ട് ഒരു കിറ്റ് നവിതയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ മരിച്ചത് കൊണ്ടാണ് അവനെ ഇന്നലെ കാണാത്തതെന്ന് കൂക്കിക്ക് അപ്പോൾ മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി കൂക്കി ഫാമിലി മൊത്തം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അത് സപ്തഋഷിയാണ്. എനിക്ക് ഫുഡ് മതി, എന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് പോകുന്നു. സപ്തഋഷി വീണ്ടും മെസ്സേജ് അയക്കുന്നു, ഞാൻ മെസ്സേജ് അയച്ചത് തനിക്ക് ഡിസ്റ്റർബ് ആയോ? ഇതിന് മറുപടിയായി കൂക്കി പറയുന്നു, ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ, സോറി, ഞാൻ അറിഞ്ഞില്ല. താൻ ഫുഡ് കഴിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ല, ഞാൻ കഴിച്ചെന്ന് കൂക്കി പറയുന്നു. ഇതിനുശേഷം അവർ പരസ്പരം അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു ചോദിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവരിങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. പിന്നീട് അടുത്ത ദിവസം മുതൽ ഒന്നും മിണ്ടാതെ നടന്നവർ ഇപ്പോൾ ഒരുമിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് സെറ്റായെന്നുറപ്പായി. പിന്നീട് വീട്ടിൽ വന്നാൽ അവർ വളരെ ആകാംക്ഷയോടെ ഫോണിനെടുത്ത് ചാറ്റ് ചെയ്യലുമാണ്. കൂക്കിക്ക് ഫുഡ് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ സപ്തഋഷി അടുത്ത ദിവസം കൂക്കിയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നു. എന്നിട്ട് അവൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം അവർ അവന്റെ അച്ഛന്റെ ബൈക്കിൽ കറങ്ങാനായി പോകുന്നു. അവർ കുറച്ചു നേരം കറങ്ങിയതിനു ശേഷം സപ്തഋഷി കൂക്കിയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ കൂക്കി പറയുകയാണ്, ഇതെന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു, അതായത് ഈ ബൈക്കിൽ കറങ്ങിയത്. സപ്തഋഷി അപ്പോൾ പറയുകയാണ്,
ഇതെന്റെ അച്ഛന്റെ ബൈക്കാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ബൈക്ക് എടുത്തു. ഇത് ഓടിക്കുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതായി തോന്നും. എൻ്റെയും ഫസ്റ്റ് ടൈമാണ് ഒരു പെണ്ണിനെയും കൂട്ടി കറങ്ങാൻ പോകുന്നത്. സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി ഒരു വിജനമായ സ്ഥലത്ത് വന്നിരിക്കുന്നു. അപ്പോൾ സപ്തഋഷി കൂക്കിയെ കിസ് ചെയ്യാനായി വരുമ്പോൾ കൂക്കി തടഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ ഫസ്റ്റ് കിസ് മഴയത്തായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവനും അതിനോക്കെ പറയുന്നു. ഈ സീനിന് ശേഷം ഒരു ഫംഗ്ഷനിൽ വെച്ച് ഇവർ മൂവരും കൂടി വളരെയധികം എൻജോയ് ചെയ്തിരിക്കുമ്പോൾ കൂക്കിയുടെ അമ്മയും അപ്പയും ഇത് കാണുന്നു. അപ്പയ്ക്ക് ഇതേതാ ഈ പയ്യൻ, ഇതിനു മുമ്പ് ഈ പയ്യനെ കണ്ടിട്ടില്ലല്ലോ. അപ്പയ്ക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങി. എന്നിട്ട് അപ്പ മകളെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപ്പ കൂക്കിയോട് ചോദിക്കുവാണ്, മോൾക്കിപ്പോൾ 16 വയസ്സായി. മോളുടെ ലൈഫിൽ എന്ത് നടന്നാലും എവിടെ പോയാൽ പോലും അത് അപ്പയോട് പറയണം. മോൾ അപ്പയെ ഒരു ഫ്രണ്ടിനെ പോലെ കാണുക. ഇത് കേട്ടപ്പോൾ കൂക്കി പറയുന്നു, ഇല്ലപ്പ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അപ്പ ചോദിക്കുവാണ്, ഓക്കെ, മോൾ ഫംഗ്ഷനിൽ വെച്ച് ഒരു പയ്യനുമായി സംസാരിച്ചില്ലേ? ഇത് കേട്ടപ്പോൾ കൂക്കി ഷോക്കായി. അതാരാണെന്ന് അപ്പ ചോദിക്കുമ്പോൾ കൂക്കി പറയുന്നു, അതെന്റെ ഫ്രണ്ടാണ്. വെറും ഫ്രണ്ടാണോ എന്ന് അപ്പ എടുത്തു ചോദിച്ചപ്പോൾ കൂക്കി അതെ. അപ്പൊ വെറുതെ ചോദിച്ചതാ, മോളൊന്ന് മനസ്സിൽ വെച്ചേക്കണ്ടാണെന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം കൂക്കി ഒരു ഫംഗ്ഷന് വരാനായി സപ്തഋഷിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് കൂക്കി ആ ഫംഗ്ഷന് സാരി എടുത്ത് പേരൻസിന് മുമ്പേ അവിടെ എത്തി. കൂടെ നവിതയുമുണ്ട്. എന്നിട്ട് സപ്തഋഷി നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. കുറച്ചു നേരം അവൾ വെയിറ്റ് ചെയ്തിട്ടും അവനെ കാണുന്നില്ല. സോ അവൾ വെളിക്കിറങ്ങി അവനെ കോൾ ചെയ്തപ്പോൾ അവൻ പറയുന്നു, അവന്റെ ബൈക്ക് ഫ്രണ്ട് എടുത്തിട്ട് പോയി, അവൻ വന്നിട്ട് വരാം, നീ അവിടെ നിൽക്ക്, ഞാൻ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു വിജനമായ സ്ഥലത്ത് കൂടി അവൾ വണ്ടി ഓടിച്ചു പോകുന്നു. പോകുന്ന വഴിയിൽ റോഡിന്റെ നടുക്ക് 4 പേർ വെള്ളമടിച്ച് ആടി നിൽപ്പുണ്ടായിരുന്നു. കൂക്കി അബദ്ധവശാൽ ഇതിൽ ഒരുത്തനെ പോയി ഇടിക്കുന്നു. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നിട്ട് കൂക്കിയോട് ദേഷ്യപ്പെടുന്നു, നീ എന്താ എന്നെ കൊല്ലാനായി വന്നിരിക്കുകയാണോ? സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് കൂക്കി തിരിച്ചു ചോദിക്കുമ്പോൾ, നീ എന്നോട് കയർത്ത് സംസാരിക്കുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അവൻ കൂക്കിയെ അറ്റാക്ക് ചെയ്യുകയാണ്. കൂക്കി അലറിക്കറിയുന്നു. എന്നാൽ ആ വിജനമായ സ്ഥലത്ത് ആര് കേൾക്കാൻ? കൂക്കിയെ അവന്മാർ അടിച്ചിട്ട് അവളെ വലിച്ചടിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്കൂട്ടി റോഡിൽ കിടന്നാൽ ഇവർ പെടുമെന്നറിയാം. സോ ഇതിലൊരുത്തൻ സ്കൂട്ടി എടുക്കാനായി പോകുന്നു. ഇതിനിടെ സപ്തഋഷിയുടെ കോൾ വരുന്നു. പക്ഷേ പ്രയോജനമില്ലല്ലോ. അവൻ സ്കൂട്ടി എടുത്ത് കാട്ടിനുള്ളിലേക്ക് പോയി. അതേസമയം സപ്തഋഷി കൂക്കി കോൾ അറ്റൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് നവിതയെ വിളിക്കുന്നു. അപ്പോൾ നവിത പറയുകയാണ്, നിന്നെ വിളിക്കാനായി അവൾ എപ്പോഴേ ഇവിടെ നിന്ന് തിരിച്ചു. എന്നാൽ കൂക്കി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെന്ന് സപ്തഋഷി നവിതയോട് പറയുന്നു. മറുവശത്ത് ആ 4 പേരിൽ ഒരാൾ മറ്റു 3 ആളുകളോട് പറയുന്നു, വേണ്ട, നമുക്ക് പോകാം, ഇല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. പക്ഷേ കുടിച്ച് ലെക്ക് കെട്ട ആ മൂവരും അവൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് മറ്റവൻ അവിടെ നിന്ന് പോകുന്നു. ബാക്കി മൂവരും ചേർന്ന് കൂക്കിയെ റേപ്പ് ചെയ്യുകയാണ്. ഇതേ സമയം സപ്തഋഷിയുടെ ബൈക്ക് അവന്റെ ഫ്രണ്ട് തിരികെ കൊണ്ടു കൊടുക്കുന്നു. അവൻ വേഗം കൂക്കിയെ തിരക്കി അവിടെ നിന്നിറങ്ങി. പോകുന്ന വഴിയിൽ ആ 4 പാസ് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അവൻ അറിയില്ലല്ലോ കൂക്കി ഇവിടെയുണ്ടെന്ന്. മറുവശത്ത് കൂക്കിയുടെ അപ്പയും അമ്മയും ആ ഫംഗ്ഷന് വന്നിട്ട് കൂക്കിയെ നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. ആ സമയം തന്നെ സപ്തഋഷി അവിടെ എത്തി. മകളെ കാണാത്തതിനെ തുടർന്ന് അപ്പ സപ്തഋഷിയെ അവൾ എവിടെയാണെന്ന് ചോദിച്ച് അടിക്കുന്നു. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഇതുപോലെ കൂക്കി സ്കൂട്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നത് കണ്ടെന്ന്. ഉടനെ അപ്പ അവളെ തിരക്കി അന്വേഷിച്ചിറങ്ങി. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. പക്ഷേ അവളെ കണ്ടെത്താനായില്ല. അതുകൊണ്ട് അപ്പ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഈ ഫംഗ്ഷൻ നടന്നതിന് കുറച്ചകലെയായി ഒരു നദിയുണ്ട്. ആ നദിയിൽ കൂക്കിയുടെ ബോഡി കിടക്കുന്നത് ഒരാൾ കണ്ടു. അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി കൂക്കിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. കൂക്കിയുടെ അപ്പ മറ്റു ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം അവൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേ ടൈം അപ്പ ഡോക്ടറിനോട് കൂക്കിയുടെ കണ്ടീഷനെ കുറിച്ച് തിരക്കുമ്പോൾ അവൾ കുറച്ച് സീരിയസ് ആണ്, എന്നിരുന്നാലും പേടിക്കേണ്ടതില്ലെന്ന് ഡോക്ടർ പറയുന്നു. അതിനുശേഷം ഡോക്ടർ പോലീസ് ഓഫീസറിനോട് പറയുകയാണ്, ആ കുട്ടി റേപ്പിനിരയായിട്ടുണ്ട്, അതും കൂട്ടബലാത്സംഗം. ശേഷം ഡോക്ടർ കൂക്കിയുടെ അപ്പയെ വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറയുന്നു. ഡോക്ടറിൽ നിന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞു വന്ന അപ്പ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. മകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആ അമ്മയ്ക്കും അപ്പോൾ മനസ്സിലായി. അതേസമയം പോലീസ് ആ ക്രിമിനൽസിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുന്നു. മീഡിയക്കാരെല്ലാം ഹോസ്പിറ്റലിന് മുന്നിലെത്തിയിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടെ ഈ ന്യൂസ് സ്പ്രെഡ് ആവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മന്ദിര എന്ന SP ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഓഫീസർ സംഭവ സ്ഥലത്തെത്തി അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ചാരായ കുപ്പികൾ കിട്ടുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ചാരായ വിൽപ്പന ചെയ്യുന്ന ആളിനെ പൊക്കാനെന്ന് മന്ദിര മറ്റു ഓഫീസേഴ്സിനോട് പറയുന്നു. അത് പ്രകാരം പോലീസ് ആ വിൽപ്പനക്കാരനോട് ചെന്ന് അന്വേഷിക്കുമ്പോൾ രാജു എന്നൊരാളാണ് ചാരായ വാങ്ങിച്ചുകൊണ്ട് പോയതെന്നറിയുന്നു. എന്നാൽ രാജു ഇപ്പോൾ എവിടെയുണ്ടെന്ന് അയാൾക്കറിയില്ല.
അതിനുശേഷം മന്ദിര നവിതയും സപ്തഋഷിയും വിളിച്ചിട്ട് അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയുന്നു. പക്ഷേ ആ ക്രിമിനൽസിനെ കണ്ടെത്താനുള്ള ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. കൂക്കിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അവരെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളെന്ന് പോലീസിന് മനസ്സിലായി. അതേസമയം സപ്തഋഷി കൂക്കിയുടെ അപ്പയുടെ അടുക്കൽ വന്നിട്ട് വളരെ വിഷമിച്ച് പറയുന്നു, അങ്കിൾ സോറി, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ എന്നെ വിളിക്കാൻ വന്നതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ അവനോട് നല്ല ദേഷ്യമുണ്ടായിരുന്ന അപ്പ അവനെ സമാധാനപ്പെടുത്തുന്നു. കാരണം അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്നറിയാം. കൂക്കിയുടെ നിർബന്ധം മുഖേനയാണ് സപ്തഋഷിയെ വിളിക്കാനായി കൂക്കി പോയതെന്ന് അപ്പയ്ക്ക് മനസ്സിലായി. അതുമാത്രമല്ല, കൂക്കിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് മുതൽ സപ്തഋഷി അവിടെ തന്നെയുണ്ട്. ഇതെല്ലാം കാരണം അപ്പയ്ക്ക് അവനോടുള്ള ദേഷ്യം മാറി അവനെ മനസ്സിലാക്കുന്നു. മറുവശത്ത് പോലീസ് ചെറിയ ചെറിയ ക്ലൂകൾ വെച്ച് രാജു എവിടെയാണെന്ന് അറിയുന്നു. അങ്ങനെ പോലീസ് അവനുള്ള സ്ഥലത്തെത്തി. ഇൻഫർമേഷൻ കിട്ടിയ ആളിന്റെ ഹെൽപ്പോടെ അവൻ താമസിക്കുന്നിടത്തെത്തി പോലീസ് അവനെ കൈയോടെ പിടികൂടുന്നു. എന്നിട്ട് അവനെ ചോദ്യം ചെയ്യുമ്പോൾ രാജു ഒന്നും അറിയാത്ത മട്ടിൽ റേപ്പോ അതൊന്നും അറിയില്ലെന്ന് പറയുമ്പോൾ പോലീസ് അവരുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ രാജു മറ്റു പ്രതികളെക്കുറിച്ച് പോലീസിനോട് പറയുന്നു. താമസിക്കാതെ പോലീസ് ആ പ്രതികളെ കണ്ടെത്താനായി അന്വേഷിച്ചിറങ്ങുന്നു. മറുവശത്ത് കൂക്കിക്ക് ബോധം വന്നിരിക്കുകയാണ്. അവളുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അവളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയില്ല. കുറച്ചും കൂടി കഴിയട്ടെ എന്ന് ഡോക്ടർ പോലീസ് ഓഫീസറിനോടും കൂക്കിയുടെ അപ്പയോടും പറയുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം കൂക്കിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കൂക്കിയുടെ അപ്പ അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവളെ റിലാക്സ് ആക്കുന്നു. കൂക്കിയെ ആക്രമിച്ച ആ ക്രിമിനൽസിനെ കണ്ടെത്തുന്നതിനും അവർക്ക് പ്രോപ്പറായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനും കൂക്കിയുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുമെന്ന് ലോയറായ അച്ഛനറിയാം. എന്നാലും അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൾ മാനസികമായി അത്ര ഓക്കെ ആയിട്ടില്ല. എന്നിരുന്നാലും ഈ കേസിന് കൂക്കിയുടെ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആണെന്നറിയാവുന്ന ആപ്പ അവളെയും കൂട്ടി മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം മജിസ്ട്രേറ്റിന് മുമ്പിൽ അവൾ പറയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ആ 4 പേരുടെ മുഖമാണ് വരുന്നത്. അപ്പോൾ അവൾ വല്ലാതെ ഭയന്ന് നിലവിളിക്കുന്നു. അപ്പോഴത്തേക്കും പുറത്തുനിന്ന് അപ്പ ഓടി വന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവൾ മെന്റലി ഓക്കെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാമെന്ന് അപ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നു. അങ്ങനെ അവൾ വീട്ടിൽ വന്നതിന് ശേഷം ഉറക്കത്തിൽ പോലും അവരുടെ മുഖമാണ് മനസ്സിൽ വരുന്നത്. അത് അവളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൾ പലപ്പോഴും ഭയന്ന് അലറി വിളിക്കുകയാണ്. അതിനാൽ പേരൻസ് അവളെയും കൂടി ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അവൾ കുറച്ചു നാളെടുക്കും ഇതിൽ നിന്ന് റിക്കവർ ആകാൻ. നിങ്ങൾ എല്ലാവരും അവളോടൊപ്പം ഉണ്ടാകണം. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതോടൊപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോകുക. അങ്ങനെ പതിയെ പതിയെ അവളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കൂക്കിയും കൂട്ടി അവൾ സ്ഥിരം വന്നിരിക്കുന്ന ആ മാടക്കടയിൽ കൊണ്ടുവരുന്നു. എന്നാൽ അവളുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന ആളാണെങ്കിൽ അവളെ നോക്കിയപ്പോൾ അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. സപ്തഋഷി ആണെങ്കിൽ പോലും അവളെ ഒന്ന് ടച്ച് ചെയ്താൽ അവൾ വയലന്റ് ആകുന്നു. അത്രയും ഭയം അവളുടെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ കുറച്ചു നാൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഒരു ദിവസം അപ്പ വന്നിട്ട് മകളോട് പറയുന്നു, മോൾ നടന്ന സംഭവങ്ങളുമായി പൊരുത്തപ്പെടുക. നമുക്ക് അവന്മാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണ്ടേ. മോൾ അന്ന് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ കേസ് അത്ര സ്ട്രോങ് ആവുകയുള്ളൂ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പ മോളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാകുന്നു. ഇപ്രാവശ്യം അവളുടെ വാക്കുകൾ ഇടറിയെങ്കിലും എല്ലാ സംഭവങ്ങളും അവരോട് തുറന്നു പറയുന്നു. അതേസമയം പോലീസ് ബാക്കി 3 പ്രതികളെയും വലപേശി പിടിച്ച് അവരെയും അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവന്മാരെ കോടതിയിൽ ഹാജരാക്കി. എവിഡൻസ് ഒക്കെ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് കോടതി അവന്മാർക്ക് ശിക്ഷ വിധിക്കുന്നു. എന്നിരുന്നാലും കൂക്കിയുടെ മനസ്സിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അവളുടെ മനസ്സിൽ എപ്പോഴും നടന്ന സംഭവങ്ങളെല്ലാം ഓടി മറിയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രൈം എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ പലരും കൊലപാതകമാണെന്ന് കമന്റ് ഇട്ടേക്കുന്നു. ഇത് കണ്ട് അവൾ പെട്ടെന്ന് തന്നെ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പബ്ലിക്കിനോട് പറയുകയാണ്, എൻ്റെ പേര് കൂക്കി. ഇപ്പോൾ റീസെൻ്റായി നടന്ന സംഭവത്തിൽ ഇരയായവൾ ഞാനാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം മീഡിയാസ് എല്ലാം എൻ്റെ മുഖം ബ്ലർ ആക്കിയാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്നത്. എനിക്കിപ്പോൾ നീതി ലഭിച്ചു. എന്നിരുന്നാലും എൻ്റെ മനസ്സിന് അതൊന്നും ഏൽക്കുന്നില്ല. എപ്പോഴും ആ സംഭവം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ജീവശവം പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേപ്പാണ്. കാരണം കൊല്ലപ്പെട്ട വ്യക്തിയുടെ വേദന ആ നിമിഷം കൊണ്ട് തീരും. എന്നാൽ റേപ്പിനിരയായ ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഈ ക്രൈം ചെയ്യുന്ന ക്രിമിനൽസിന് ശിക്ഷ കുറച്ചും കൂടി കടുപ്പിക്കണം. അങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരട്ടെ. കൂക്കിയുടെ ഈ ഒരു വിലയേറിയ മെസ്സേജോട് കൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.